السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ, സഹോദര സഹോദരിമാരെ, വാത്സല്യനിധികളായ എൻ്റെ വിദ്യാർത്ഥിനികളെ, ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം നമ്മളിൽ ആഗതമായിരിക്കുന്ന ഷഹ്റുള്ള അള്ളാഹുവിൻ്റെ മാസം എന്ന് പറയപ്പെടുന്ന ആ മുഹറം മാസത്തിനെ സംബന്ധിച്ച് ഉള്ള മഹത്വം, ശ്രേഷ്ഠത, എന്തൊക്കെ നമ്മൾ ചെയ്യണം, എങ്ങനെയാണ് അതിനെ നമ്മൾ പരിഗണിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ ചർച്ച. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിൽ നിന്ന് ചില വ്യക്തിയേക്കാൾ ശ്രേഷ്ഠമാക്കി, അതുപോലെ ചില വസ്തുക്കളെക്കാൾ ശ്രേഷ്ഠമാക്കി, ചില സ്ഥലങ്ങളെക്കാൾ, ചില സമയങ്ങളെക്കാൾ ശ്രേഷ്ഠമാക്കിയിരിക്കുന്നു. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമേ തദ്ബീർ സംവിധാനിച്ച ഒരു യാഥാർത്ഥ്യമാണ്, ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ കാണാം, ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി ഇസ്നാ അശറ ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹ്, അല്ലാഹുവിൻ്റെ അടുക്കൽ മാസത്തിൻ്റെ കണക്ക് ഇസ്നാ അശറ ശഹ്റൻ, 12 മാസമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെച്ച് ആകാശഭൂമി സൃഷ്ടിച്ച ആ ദിവസം തന്നെ അതിൽ പ്രത്യേകമായി പരിഗണിക്കേണ്ടത് ശ്രേഷ്ഠമായത് മിൻഹ അർബഅത്തുൻ ഹുറും, അത് ബഹുമാനമാക്കപ്പെട്ട, ശ്രേഷ്ഠമാക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ യുദ്ധങ്ങളൊക്കെ ഹറാമാക്കപ്പെട്ട 4 മാസം. ഏതാണ് ആ 4 മാസം? ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ് എന്നിങ്ങനെയാണ്. എന്നാൽ ഇന്ന് നമ്മളിൽ ആഗതമായിരിക്കുന്നത് മുഹറമാണ്. മുഹറമത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ 9, 10 നോമ്പ് നോൽക്കിനെ സംബന്ധിച്ചൊക്കെ വളരെ മഹത്വമായി ശ്രേഷ്ഠമാക്കി പറഞ്ഞിട്ടുണ്ട്. മുഹറം 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമേ നോമ്പ് നോറ്റിയിരുന്നു. ജാഹിലിയ്യ കാലഘട്ടത്തിൽ മുശ്രിക്കീങ്ങൾ വരെ നോമ്പ് നോറ്റിരുന്ന ഒന്നാണ് മുഹറം മാസത്തിലെ 10. ആ 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നോറ്റിരുന്നു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് ചെന്നപ്പോൾ അവിടെയുള്ള യഹൂദി നസ്വാറാക്കൾ ഈ മുഹറം 10 കൂടുതൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും അന്ന് വൃദ്ധമനുഷ്ഠിക്കുകയും കണ്ടപ്പോൾ അവരോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഈ നോമ്പ് നോക്കുന്നത്? ഈ ദിവസത്തിന് ഇത്രമാത്രം ശ്രേഷ്ഠതയും മഹത്വവും നിങ്ങൾ കൽപ്പിക്കാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഞങ്ങൾ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഫിർഔനിൻ്റെ ആ കാപാലികൻ്റെ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതും ഫിർഔനെ അതിൽ മുക്കി നശിപ്പിച്ചതും ഈ ദിവസത്തിലാണ്. അതുകൊണ്ട് അതിനെ ബഹുമാനിച്ച് ആദരിച്ചുകൊണ്ട് ഞങ്ങൾ അള്ളാഹുവിന് സ്തുതി അർപ്പിച്ചുകൊണ്ടാണ് ഈ നോമ്പ് നോക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് ബന്ധപ്പെട്ടവർ അവരെക്കാൾ നമ്മളാണ്, നിങ്ങളെക്കാൾ ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹറം 10 നോമ്പ് നിർബന്ധപൂർവ്വം സ്വഹാബത്തിനോട് പറയുകയും അമറ ബി സിയാമിഹി, ആ നോമ്പിനെ കൊണ്ട് കൽപ്പിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പെങ്കിൽ 9 നോക്കുമായിരുന്നു. അപ്പം അതിന് വളരെ മഹത്വമുണ്ട്, ശ്രേഷ്ഠതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസ്, അഫ്ളു സിയാമി ബഅദ ശഹ്രി റമളാൻ, റമളാൻ മാസത്തിലെ നോമ്പിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായത് ഷഹ്റുല്ലാഹിൽ മുഹറം, മുഹറം മാസത്തിലെ നോമ്പിനാണ് എന്ന്. മുഹറം മാസത്തിലെ നോമ്പിനാണ് ഏറ്റവും ശ്രേഷ്ഠത കൽപ്പിച്ചിരിക്കുന്നത്. അത് ഇപ്പോൾ മുഹറം 9, 10. അതേ ഹദീസിൽ കാണാം, അഫ്ളു സ്വലാത്തി ബഅദൽ ഫരീളത്തി അസ്സലാത്തു ഫീ ജൗഫിൽ ലൈലി, നിസ്കാരങ്ങളിൽ നിന്ന് ഫർളാക്കപ്പെട്ട നിസ്കാരത്തിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായത്, മഹത്വമേറിയത് രാത്രി പാതിരാവിൽ നിശയുടെ നിശബ്ദതയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് അള്ളാഹുവിലേക്ക് ഉള്ള ആ ഒരു നിസ്കാരമാണ് ഫർളാക്കപ്പെട്ട നിസ്കാരത്തിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായത്. കുറച്ച് പണി തന്നെയാണ് അല്ലേ? രാത്രി സുഖമായി ഉറങ്ങുന്ന സന്ദർഭം എഴുന്നേറ്റ് നമ്മൾ ഒതുവെടുത്ത് അള്ളാഹുവിലേക്ക് തിരിഞ്ഞ് അള്ളാഹുവിൻ്റെ ദർബാറിലേക്ക് കയ്യുയർത്തി
നമ്മൾ ചോദിക്കുക. അല്ലാതെ നല്ല സുഖമായിട്ട് ഉറങ്ങുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ അതിന് ഇത്രമാത്രം ശ്രേഷ്ഠതയും അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചത്. അതുകൊണ്ട് നമ്മൾക്ക് പറയാനുള്ളത്, എൻ്റെ സുഹൃത്തുക്കളെ, എങ്ങനെയാണ് ഈ ഒരു മാസം, മുഹറം മാസം, അതുപോലെ ഹിജ്റ വർഷം ആരംഭമാക്കിക്കൊണ്ട് ആദ്യം റബീഉൽ അവ്വൽ ഒന്നാം മാസമായി പരിഗണിച്ചെങ്കിലും ശേഷം രണ്ടാമത്, അത് മുമ്പ് അറബികൾ കണക്ക് അനുസരിച്ചുകൊണ്ട് പരിഗണിച്ചു പോന്നിരുന്ന ആ ഒരു മുഹറത്തിലേക്ക് തന്നെ അതിനെ നീക്കുകയും ചെയ്തു. ഏതാണ് എന്ന് മുതൽ പറയുന്നത്? പരിശുദ്ധ ഖുർആനിൽ നിന്നാണ് ഇതിനെ പിടിക്കപ്പെട്ടിട്ടുള്ളത്. ലാ തഖൂം ഫീഹി അബദാ ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വാ മിൻ അവ്വലി യൗം. തൗബ 108 കാണാം. തൗബ 108 ആയത്തിൽ കാണാം. ലാ തഖൂം. ഇതെന്താ ചരിത്ര കഥ എന്നറിയുമോ? ഇത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നിട്ട് ആദ്യമായി എടുത്ത പള്ളി മസ്ജിദുൽ ഖുബാ. ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും അതിൽ പോവുക, നിസ്കരിക്കാൻ കണ്ടപ്പോൾ മുനാഫിഖീങ്ങൾ, അബൂ ആമിറുടെ നേതൃത്വത്തിൽ മുനാഫിഖീങ്ങൾ ഒരു മനോഹരമായ പള്ളി തൊട്ടടുത്ത് കുറച്ചപ്പുറത്ത് നിർമ്മിച്ചു. അങ്ങനെ ആ പള്ളി നിർമ്മിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി പറയാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നിസ്കാരിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത ബർക്കത്തെടുത്ത് തരണം നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു യാത്രയിലായിരുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്കത് ചെയ്യാം എന്ന് പറഞ്ഞു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുങ്ങി തയ്യാറായി ആ പള്ളിയിലേക്ക് പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ബഹുമാനപ്പെട്ട മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ ഓതി കേൾപ്പിക്കുന്നു. ലാ തഖൂം ഫീഹി അബദാ ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വാ മിൻ അവ്വലി യൗം. നബി, അത് മസ്ജിദുൽ ദിറാറാണ്. ആ പേര്, പള്ളിക്ക് പേര് മസ്ജിദുൽ ദിറാർ. ഞാൻ കൂടുതൽ വിശദീകരിക്കാൻ ഒരുപാട് ടൈം വേണ്ടി വരും, അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാം. അതുകൊണ്ട് ലാ തഖൂം ഫീഹി അബദാ, ആ പള്ളിയിൽ ഒരിക്കലും തങ്ങൾ നിസ്കരിക്കാൻ പാടില്ല. തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നിട്ട് ആദ്യമായി എടുത്തിരിക്കുന്ന ആ മസ്ജിദ്, അള്ളാഹുവിൻ്റെ ഭവനമായ ആ മസ്ജിദുൽ ഖുബാ എന്ന പള്ളിയാണ് തങ്ങൾക്ക് ബന്ധപ്പെട്ടത്, മുഅ്മിനീങ്ങൾക്ക് ബന്ധപ്പെട്ടത്. അതാണ് തഖ്വയുടെ പള്ളി. മറ്റേത് ളുറൂറത്തിൻ്റെ പള്ളിയാണ്. അതുകൊണ്ട് അതിൽ ഒരിക്കലും നിസ്കരിക്കാൻ പാടില്ല. ഈ ആയത്തിൽ നിന്ന് പിടിച്ചുകൊണ്ട് ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വാ മിൻ അവ്വലി യൗം, ഇതിൽ നിന്ന് പിടിച്ചിട്ടാണ് മുഹറം മാസം ഹിജ്റ വർഷം 1 മുഹറമായി നമ്മൾ പരിഗണിച്ചു കൊണ്ട് പോരുന്നത്. അത് റബീഉൽ അവ്വൽ മാറ്റി. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇതിന് ഇത്രമാത്രം ശ്രേഷ്ഠതയും മഹത്വമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മളെ ഈ മുഹറം മാസത്തിന്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇതിൽ നമുക്ക് പറയാനുള്ളത് ഒരുപാട് പ്രശ്നങ്ങൾ. ഞാൻ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു, ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറയുക. നിങ്ങൾ ആലോചിച്ച് നോക്ക്, പ്രശ്നങ്ങളില്ലാത്ത ജീവിതമില്ല. ഒരു മനുഷ്യന് ദുഃഖമുണ്ടാവും, സന്തോഷം ഉണ്ടാവും, മനസ്താപമുണ്ടാവും, ഇങ്ങനെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല പല നിലത്തും ഒരു മനുഷ്യനെ പരീക്ഷിക്കുമ്പോൾ ആ പരീക്ഷണ ഘട്ടത്തെ മുഴുവനും നേരിടാൻ പഠിക്കുക. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള 1-2 മാർഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒന്ന്, ഇപ്പം നമ്മൾ ജോഫിലെ ഈ രാത്രി പാതിര നിശയുടെ നിശബ്ദതയിൽ നമ്മൾ എഴുന്നേറ്റുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കുന്നു. അള്ളാഹുവിലേക്ക് ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ. ഒരു മനുഷ്യന്റെ മുമ്പിലും കൈ നീട്ടാൻ പാടില്ല. അള്ളാഹുവിനോട് പറയുക. നമ്മുടെ പരാതികളൊക്കെ പറയേണ്ടത് അള്ളാഹുവിനോടാണ്. അള്ളാഹുവിൻ്റെ ദർബാറിലേക്ക് ഉയർത്തി അള്ളാഹുവിന് വേണ്ടി നമ്മൾ ആ തഹജ്ജുദ് നിസ്കാരം നിർവഹിക്കുക എന്നുള്ളതാണ് ശാന്തി സമാധാനത്തിന് വേണ്ടിയുള്ള ഒന്നാമത്തെ മാർഗം. രണ്ടാമത്തെ മാർഗം, ഒരു പ്രാർത്ഥനയുണ്ട്. ഏത് പ്രയാസമാണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും എത്ര വലിയ ദുഃഖത്തിലാണെങ്കിലും നമ്മൾ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു അമതിക നാസിയതി ബിയദിക മാദിൻ ഫിയ ഹുക്മുക അദ്ലുൻ ഫിയ ഖളാഉക അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക ഔ അൻസൽതഹു ഫീ കിതാബിക ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني
وذهاب همي. اللهم إني عبدك وابن عبدك وابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاؤك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. എൻ്റെ ഹമ്മും ഇതൊക്കെ നീ പോയിക്കളയണം. അതാണ് പറയാണ്, അല്ലാഹുവേ എൻ്റെ ജീവിതത്തിൻ്റെ കടിഞ്ഞാണം നിന്റെ പക്കലാണ്, നിന്റെ വിധിയാണ് നീ എന്നെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്, എനിക്ക് നീ നല്ലതല്ലാതെ കഴിയില്ല. ഇതൊക്കെയാണ് ആ പ്രാർത്ഥന കൊണ്ടുള്ള പൊരുള്. അതുകൊണ്ട് എൻ്റെ ഹൃദയത്തെ ഞാൻ ഖുർആൻ കൊണ്ട് വിശാലത നീ തുറന്നു തരണം. എൻ്റെ ഹുസ്ന് പ്രയാസങ്ങളൊക്കെ നീ നീക്കി തരണേ അല്ലാഹ്. ഇതാണ് ആ പ്രാർത്ഥനയുടെ പൊരുൾ. അപ്പോൾ അത് നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അത് നോക്കി എഴുതിയെടുക്കുക അല്ലെങ്കിൽ അതിൽ നിന്ന് പഠിക്കുകയോ ചെയ്യാവുന്നതാണ്. രണ്ട് കാര്യമായിട്ട് പറയുന്നത്. ഒന്ന്, നമ്മൾ തഹജ്ജുദ് നിസ്കാരം നമ്മൾക്ക് വലിയ സന്തോഷം കിട്ടുന്ന ഒന്നാണ്. അല്ലാതെ നമ്മൾ കുറേ വയറിൽ കേട്ടു, കുറേ രാഗം മണിച്ചു, കുറേ ചരിത്രങ്ങൾ കേട്ടു, നമ്മൾ ആ രാഗം താളത്തിൽ മുഴുകി നമ്മൾ മൂടും തട്ടി എണീറ്റ് പോയിട്ട് അതുപോലെ പണിയെടുക്കണം, ജോലി ചെയ്യണം. അപ്പോൾ ഒന്നാമത്തത് ഞാൻ പറഞ്ഞത് ജോഫില്ലയിലുള്ള നിസ്കാരമാണ്. രണ്ടാമത്തത് നമ്മൾ പറഞ്ഞത് ഈ ഒരു പ്രാർത്ഥനയാണ്. മനസ്സിലായല്ലോ. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം ഞാൻ പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ ദിവസം ചുരുങ്ങിയത് 100 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലുക. 100 പ്രാവശ്യം സ്വലാത്തിൻ്റെ മാത്രം ഒരു പാടാണ്. ഒരു മനുഷ്യൻ്റെ, ഒരു വ്യക്തി അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മേലിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 ഗുണം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. 10 പദവികൾ അല്ലാഹു തആല അവനെ ഉയർത്തി കൊടുക്കും. തന്നെയല്ല, ഒരുപാട് ഗുണങ്ങൾ ഇതുകൊണ്ടുണ്ട്. നാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഫാഅത്ത് അല്ലാത്ത, ഒരു ഷഫാഅത്ത് ഇല്ലാത്ത ദിവസം അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഷഫാഅത്തിന് അർഹതയും ഉണ്ടാകും. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഒന്ന് ദാനം എന്നുള്ളതാണ്. ധർമ്മം ചെയ്യുക. എത്രത്തോളത്തോളം ധർമ്മം ചെയ്യുന്നോ അത്രത്തോളത്തോളം മനസ്സിന് സന്തോഷവും സംതൃപ്തിയും ആനന്ദവും ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ 3 കാര്യം പറഞ്ഞു. നമ്മൾ മുഹറം മാസത്തിലെ നോമ്പ്, മുഹറം 9, 10 നോമ്പ് നോക്ക് ഏറ്റവും ശ്രേഷ്ഠമാണ്. ഷഹ്റു റമദാൻ കഴിഞ്ഞാൽ ബാക്കി ശ്രേഷ്ഠതയേറിയ ഒരു നോമ്പാണ് അത്. അപ്പോൾ ആ നോമ്പ് നമ്മൾ അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, അതിലൊരു കാര്യം നമ്മളുടെ മനഃശുദ്ധിയാകാനും ക്ലിയറാകാനും ഒക്കെ നമ്മൾ പറയുന്നത്, ഒന്ന് ജോഫില്ലയിലുള്ള നിസ്കാരം, രണ്ടാമത്തത് നമ്മൾ പറഞ്ഞ പ്രാർത്ഥന, മൂന്നാമത്തത് ഖിയാമുൽ ലൈൽ, പിന്നെ മറ്റൊന്ന് നമ്മളുടെ പ്രാർത്ഥനയോടുകൂടെ നമ്മൾ സദഖ കൊടുക്കുക, ഇഷ്ടംപോലെ ധർമ്മം ചെയ്യുക. ഇതൊക്കെയാണ് ഒരു മുഅ്മിനായ മുസ്ലിമായ മനുഷ്യൻ ചെയ്യാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങളൊക്കെ സ്വീകരിക്കട്ടെ, സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട്. അടുത്ത കാലത്ത് എൻ്റെ ഭാര്യ മാതാവ് മരിച്ചുപോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ. ബർസഖിയായ ജീവിതം റാഹത്തിലും സന്തോഷത്തിലുമാകട്ടെ. അതുപോലെ ദുനിയാവിലെ സുഖം എന്തെന്ന് അനുഭവിച്ചറിയാതെ ഒരുപാട് ആളുകൾ മരിച്ചിട്ടുണ്ട്. നമ്മുടെ അയൽവാസികളും മറ്റൊരു കൂട്ടുകുടുംബങ്ങളൊക്കെ, അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് റഹ്മത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, ഞാൻ നിങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.